പ്രൈസ് ദ ലോർഡ്. 2025 വലിയ നോമ്പിൻ്റെ രണ്ടാമത്തെ വീക്കിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ആദ്യമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്താണ് നോമ്പിൻ്റെ പ്രസക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെന്ന് സ്വയം വിലയിരുത്തേണ്ട ഒരു സമയമാണിത്. ഒരു പുതുക്കത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും സമയമാണ് വലിയ നോമ്പിൻ്റെ ദിനങ്ങൾ. നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവായ സാത്താൻ്റെ നേരെയുള്ള ഒരു തോൽക്കാത്ത ആയുധവുമാണ്. ഇന്നത്തെ ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വേദവാക്യങ്ങൾ ജെറമ്യ ചാപ്റ്റർ 18 വേഴ്സസ് 1-16, റോമൻസ് 9:20-25, മാത്യു 13:47-51. ഇവയിൽ നിന്ന് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം ജെറമ്യ 18:6. ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഈ ഭാഗത്ത് നാം ആദ്യം കാണുന്നത് കുശവൻ്റെ നിയന്ത്രണവും പരമ അധികാരവുമാണ്. കുശവന് കളിമണ്ണിൽ പൂർണ്ണ നിയന്ത്രണമുണ്ട്. കുശവൻ ചക്രത്തിൽ പണിയെടുക്കുന്നു. കുശവൻ തൻ്റെ ഉദ്ദേശപ്രകാരം കളിമണ്ണിനെ കുഴച്ച് പല ആകൃതിയിലും രൂപത്തിലും മനോഹരമായ പാത്രങ്ങളെ വാർത്തെടുക്കുന്നു. എന്നാൽ അവൻ നിർമ്മിച്ച പാത്രം ചീത്തയായാൽ അതിനെ വലിച്ചെറിയുന്നില്ല. പകരം അതിനെ പുതിയതും മനോഹരവും ആകർഷകവുമായ ഒരു പാത്രമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ നിയന്ത്രണമുണ്ട്. അവൻ പരമ അധികാരിയാണ്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറ്റുന്നതിനായി അവൻ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ദൈവ ഇഷ്ടമനുസരിച്ച് അവൻ നമ്മെ വാർത്തെടുക്കുന്നു. രണ്ടാമതായി, കളിമണ്ണിൻ്റെ അപൂർണതയും ദൈവത്തിൻ്റെ ക്ഷമയും. 4-ാം വാക്യത്തിൽ കുശവൻ രൂപപ്പെടുത്തുന്ന പാത്രം അവൻ്റെ കയ്യിൽ കേടുവന്നതായി നമ്മോട് പറയുന്നു. അവൻ അതിനെ ഉപേക്ഷിക്കാതെ പുനർരൂപകൽപ്പന ചെയ്യാൻ തീരുമാനിച്ചു. കളിമണ്ണ് പോലെ നാമും അപൂർണരാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപസ്വഭാവങ്ങൾ, തെറ്റുകൾ, പരാജയങ്ങൾ എന്നിവയാൽ നാം തകർന്നു പോകുമ്പോൾ കുശവനെ പോലെ ദൈവം നമ്മെ നമ്മുടെ തകർച്ചയിൽ കൈവിടുന്നില്ല. കുശവൻ കളിമണ്ണിൽ എത്രമാത്രം ക്ഷമ കാണിക്കുന്നു എന്ന് ചിന്തിക്കാം. അവൻ തൻ്റെ ജോലിക്ക് തിരക്ക് കൂട്ടുന്നില്ല. സൗന്ദര്യമോ രൂപഭംഗിയോ ആകർഷകത്വമോ ഒന്നും ഇല്ലാതെ കിടന്ന കളിമണ്ണിനെ എടുത്ത് ക്ഷമയോടെ അതിലെ മാലിന്യവും മൺതരികളുമൊക്കെ മാറ്റി ശുദ്ധീകരിച്ച് ഭംഗിയായി കുഴച്ച് മനോഹര പാത്രങ്ങളാക്കി തീർക്കുന്നു. ദൈവകരങ്ങളിലൂടെ നാം ബഹുമാനത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും പാത്രങ്ങളായി മാറുമെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ക്ഷമയോടെ നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. മൂന്നാമതായി, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം. 6-ാം വാക്യത്തിൽ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലേ? കുശവൻ കയ്യിൽ കളിമണ്ണ് പോലെ നാം ദൈവത്തിൻ്റെ ഉദ്ദേശമനുസരിച്ച് രൂപപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറ്റുന്നതിനായി അവൻ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. ചില സമയങ്ങളിൽ വേദനയുടെയോ പരീക്ഷണങ്ങളുടെയോ പിന്നിലെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. എന്നാൽ ദൈവം നമ്മെ രൂപപ്പെടുത്തുന്നത് നല്ല കാര്യത്തിനാണ്. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഒരു നല്ല ഭാവി നമുക്ക് പ്രദാനം ചെയ്യുക മാത്രമല്ല, അവൻ്റെ രാജ്യത്തിൽ ബഹുമാനമുള്ള പാത്രങ്ങളാക്കി മാറ്റുക എന്നതാണ്. എല്ലായ്പ്പോഴും നമുക്ക് ഈ പ്രക്രിയ മനസ്സിലാകണം എന്നില്ല. നമ്മുടെ നന്മയ്ക്കും അവൻ്റെ മഹത്വത്തിനും വേണ്ടി ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പുണ്ട്. 4-ാമതായി, മാനസാന്തരവും പുതുക്കലും. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ നമുക്ക് എപ്പോഴും അവസരമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലാണിത്. കുശവൻ കളിമണ്ണിനെ രൂപപ്പെടുത്താൻ കഴിയുന്നതുപോലെ മാനസാന്തരത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. നമ്മൾ എത്ര ദൂരെ പോയാലും നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ എപ്പോഴും തയ്യാറാണ്. അവൻ്റെ കൃപ നമ്മുടെ പരാജയങ്ങളെക്കാൾ വലുതാണ്. കുശവൻ്റെ രൂപാന്തര പ്രക്രിയയിൽ കുശവൻ പാത്രങ്ങളെ തീച്ചൂളയിൽ ഇട്ട് ബലപ്പെടുത്തുന്നതായി നമുക്കറിയാം. ഏത് ഉപയോഗത്തിനു വേണ്ടി പാത്രം വാർത്തെടുക്കുന്നുവോ അതിനനുസരിച്ചുള്ള ചൂടിൽ കൂടി കടത്തിവിട്ടാണ് അത് പ്രയോജനപ്രദമാക്കി തീർക്കുന്നത്. മൺകലത്തിൻ്റെ ഉപയോഗമല്ലല്ലോ അലങ്കാരമായി ഉപയോഗിക്കുന്ന സ്ഫടിക പാത്രങ്ങൾക്കുള്ളത്. ഓരോന്നിൻ്റെയും ഉപയോഗത്തിന് അനുസരിച്ചുള്ള ചൂടിൽ കൂടി കടത്തിവിട്ടാണ് അതിനെ ബലമുള്ള പാത്രങ്ങളാക്കി തീർക്കുന്നത്. ഇതുപോലെ നമ്മെ ബലപ്പെടുത്തുന്നതിനു വേണ്ടി
പലവിധമായ ജീവിത അവസ്ഥകളിൽ കൂടെയും കടന്നു പോകുമ്പോഴും അവൻ നമ്മെ കൂടുതൽ ബലപ്പെടുത്തുന്നു. തീച്ചൂളയുടെ അനുഭവങ്ങൾ ആണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ആയിരിക്കണം. ദൈവം നമ്മെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് താൻ എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായി അറിയാം. അവൻ കുശവനാണ്, നാം അവൻ്റെ കരങ്ങളിലെ കളിമണ്ണാണ്. അവൻ നമ്മെ വാർത്തെടുക്കുകയും നമ്മെ ഒരു കുറ്റമറ്റ സൃഷ്ടിയായി മാറ്റുകയും ചെയ്യും. അവൻ്റെ ഹിതമനുസരിച്ച് അവൻ്റെ കരങ്ങളിൽ നാം സ്വസ്ഥമായിരിക്കാം. ആമേൻ. God bless you all. Thank you.